എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കോറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ചെമ്മല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളുടെ അസീസ് സാറിന്റെയും ഫാമിലിയുടെയും ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സാറ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ ഒരു വീട് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് ത്രൂ ആണ്. അപ്പോൾ സാർ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് പറഞ്ഞത്, ആശ നിങ്ങളുടെ ഒരു വീട് ചെയ്ത് കണ്ടു, ക്ലയന്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് നല്ല അഭിപ്രായമാണ്, അവരാണ് നിങ്ങളുടെ നമ്പർ തന്നെ. എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 3D എന്താണോ അത് തന്നെ ആയിരിക്കണം എനിക്ക് സൈറ്റിൽ വരേണ്ടത്. അപ്പോൾ ആ 3D എന്താണോ അത് എക്സാക്ട്ലി അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഭംഗിയായിട്ടാണ് നമ്മളവിടെ എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തിയപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓരോ സ്ഥലത്തേക്കും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ നനവ് തട്ടുന്ന ഏരിയയിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് WPC ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ യൂണിറ്റിന്റെയും ബാക്ക് പാനൽസ് യൂസ് ചെയ്തിരിക്കുന്നത് PVC ബോർഡാണ്. അതുപോലെ സ്ട്രെങ്ത് വേണ്ടുന്ന എല്ലാ ഏരിയയിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 710 BWP ഗ്രേഡ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നമ്മളുടെ മെറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ ആണ് നമ്മളിവിടെ ത്രൂ ഔട്ട് ഏരിയയിൽ പോയിട്ടുള്ളത്. കൂടുതൽ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡാണ്. അതുപോലെ തന്നെ അതിൽ ചെറിയ ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വുഡ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റിങ്ങും ഷാൻലിയറും കോവ് ലൈറ്റും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ലിവിങ് ഏരിയ ആണ്. അതായത് ഒരു ഫോർമൽ ലിവിങ് എന്ന് പറയുന്നത് വളരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതൊരു ലെങ്ത് കൂടുതലും വിഡ്ത്ത് കുറവായിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതിനെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പോൾ ഫ്ലോർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഇതൊക്കെ കൊടുത്ത് ആ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ സിറ്റിംഗ് ഏരിയയുടെ എല്ലാ വോളുകളിലും ഹൈലൈറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഒരു ആള് പറഞ്ഞ എന്താ വെച്ചാൽ എല്ലായിടത്തും കാണുന്ന ഒരു പാറ്റേൺ ആവരുത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കോസ്റ്റ് ഒരുപാട് കൂടാനും പാടില്ല. ആ ഒരു രീതിയിൽ ഒരു ടെക്സ്ചറും ചെറിയൊരു ഡിസൈൻ വർക്കും ഒക്കെ കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ആ ഒരു വോളെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് ഏരിയയുടെ ഓപ്പോസിറ്റ് വോൾ ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഒരുപാട് അവരിങ്ങനെ ഹോളുകൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ നമ്മളത് ക്ലിയർ ആക്കിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മൊത്തത്തിൽ എൻ്റെയർ കഴിഞ്ഞു വന്നപ്പോൾ ആ ഒരു ലിവിങ് ഏരിയ അത്രയും മനോഹരമാവാനുള്ള ഒരു കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇനി നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മളുടെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ ഡൈനിങ്ങും അതുപോലെ തന്നെ ഫോർമൽ ലിവിങ്ങും എല്ലാം ഒരൊറ്റ ഒരു സിംഗിൾ ഒരു വ്യൂവിലാണ് വരുന്നത്. അതേപോലെ സ്റ്റെയറിന്റെ അടിഭാഗം ഉണ്ട്. ആ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ജസ്റ്റ് ഒരു സീറ്റിംഗ് ഏരിയയും അതുപോലെ ഇൻവെർട്ടറും ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റെയർ മുകളിലേക്ക് കയറി പോകുന്ന ആ വോളും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ടെക്സ്ചർ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പർഗോളാസ് ആണെന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ TV യൂണിറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ഡമ്മി വെച്ച് കംപ്ലീറ്റ് ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടുത്തെ കോമൺ ഷെയ്ഡായിട്ടുള്ള ഒരു വുഡ് ഷെയ്ഡും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും വൈറ്റും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ത്രൂ ഔട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലാണെങ്കിൽ ഒരു 6 സീറ്ററിന്റെ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്.
തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ വാഷ് ഏരിയ വരുന്നത്. അപ്പൊ വാഷ് ഏരിയയുടെ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പാർട്ടീഷൻ, ഒരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വാഷ് യൂണിറ്റ് നോക്കിയാൽ തന്നെ അറിയാം, അതൊരു വാഷ് യൂണിറ്റിന്റെ ആ ഒരു എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഡിസൈൻ എലമെന്റ്സും കൂടി ആഡ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞിരുന്നത് പ്രെയർ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം. അപ്പോൾ ആ കയറി ചെല്ലുന്ന ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ആ ഒരു ഡോർ കുറച്ച് ഡിസൈൻ സ്പെഷ്യൽ ആയിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ ഡോറിന്റെ ആണെന്നുണ്ടെങ്കിലും ഇൻസൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്പേസും അതുപോലെ അവരുടേതായ പ്രെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഒക്കെ ഒരു ചെറിയ ഡിസൈനും കൂടി ഒരു ഡോറിലൊക്കെ നമ്മൾ ഒരു വെയിൻസ്കോട്ട് ഡിസൈനൊക്കെ ആഡ് ചെയ്ത രീതിയിലൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതും വൈറ്റ് ആയിട്ടുള്ള ഒരു ലാമിനേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമാണ് ഇവിടെ താഴത്തെ ഫ്ലോറിലുള്ളത്. ആ 2 ബെഡ്റൂമാണ് കംപ്ലീറ്റ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് മാസ്റ്റർ ബെഡ് ആണ്. മാസ്റ്റർ ബെഡിൽ നമ്മൾ കിങ് സൈസ് ബെഡ് കോട്ട്, അതും കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾസറി ആണ്. എൻ്റെ ഹെഡ് ബോർഡിൽ അപ്പോൾസറി കൊടുത്തിട്ടുണ്ട്. ബട്ട് വുഡിന്റെ ആ ഒരു ടിൻറ്റ് പോവാതിരിക്കാനായിട്ട് വുഡും കൂടി മിക്സ് ചെയ്ത് ബാക്ക് ബോർഡിൽ ചെറിയ റാഫ്റ്റർ വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ബെഡ് കോട്ടിന്റെ ആ ഒരു ഡിസൈൻ ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിവിടെ ആ ഒരു ബെഡും വാർഡ്രോബും തമ്മിലുള്ള സ്പേസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സ്ലൈഡിംഗ് വാർഡ്രോബാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. 3 ഡോർ സ്ലൈഡിംഗ് വാർഡ്രോബാണ്. ഹെറ്റിച്ചിന്റെ ആക്സറീസ് ആണ് നമ്മൾ സ്ലൈഡിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ടേബിൾ ആയിട്ട് നമ്മളൊരു ലൂവറൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വേറൊരു ഷേപ്പിലുള്ള ഒരു മിറർ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സീലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സീലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് 2 റൂമും ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എടുത്തിരിക്കുന്ന വാൾപേപ്പർ ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക ചെയ്തത്. നമ്മൾ 3D എന്താണോ കണ്ടേ ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾക്ക് കസ്റ്റമൈസ് വാൾപേപ്പർ ആക്കിയിട്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ റൂമിൽ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് വുഡിനോട് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. വാർഡ്രോബ് 2 സൈഡിൽ നമ്മൾ വാർഡ്രോബ് 2 ഡോറിന്റെ കൊടുത്തു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലുള്ള ഒരു റൂമാണ്. അപ്പോൾ റൂമിലെ ബെഡ് കോട്ടിനാണെന്നുണ്ടെങ്കിലും അപ്പോൾസറി ഉണ്ട്, എന്നാൽ വുഡിന്റെ ടിൻറ്റും ബാക്ക് ബോർഡിൽ ഒരു ചെറിയൊരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വാൾപേപ്പർ ഒക്കെ വന്നപ്പോൾ ടോട്ടലി ആ ഒരു റൂം വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡാർക്ക് വുഡ് ഷെയ്ഡ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ്. നമ്മളുടെ അപ്പർ യൂണിറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സിമിട്രിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടിയിൽ ഒരു ഓപ്പൺ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് വെച്ചിട്ട് പ്രൊഫൈൽ ഗ്ലാസ് വെച്ച് നമ്മൾ അതിനൊരു ഷട്ടറും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലും ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഏറ്റവും കൂടുതൽ കിച്ചൺ ആക്സസറീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ ആണെങ്കിലും വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്സറീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ യൂസ് ചെയ്യുന്ന ആക്സറീസ് വിട്ടിട്ട് കോർണർ യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ വേസ്റ്റ് ബിൻ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് അധികം ടോൾ യൂണിറ്റ് ആക്സറീസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ റോളിംഗ് ഷട്ടർ ഉണ്ട്. 2 കിച്ചൺ ആണെങ്കിലും വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, എന്നാൽ എല്ലാ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ആക്സസറീസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മളുടെ ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അസീസ് സാറിന്റെ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മളുടെ ചാനൽ കൂടുതൽ റീച്ച് ആവുന്നതിനാണെങ്കിലും അതുപോലെ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും ഒക്കെ കമന്റ്സും ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.